ഇന്നിന്റെ വീടുകൾ എങ്ങനെയാണ്? മാതാപിതാക്കൾ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്യുന്ന ഒരു കാലം. വീടുകളിൽ ആൺകുട്ടികളുണ്ട്, പെൺകുട്ടികളുണ്ട്. ഉമ്മ അടുക്കളയിലും വീടിന്റെ പരിസരങ്ങളിലുമായി കഷ്ടപ്പെടുകയാണ്. ഉമ്മ കഷ്ടപ്പെടുന്ന കാര്യം ഇവിടെ ആൺമക്കളും പെൺമക്കളും കാണുകയാണ്. ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്, ഞങ്ങൾക്ക് മറ്റ് തിരക്കുകളുണ്ട് എന്ന് പറയുന്നു. ഒരു വീട്ടിലെ ഉമ്മ രാവിലെ 4 മണിക്കോ 3:30ക്കോ അടുക്കളയിൽ അങ്ങ് കയറിയാൽ പിന്നെ രാത്രി 12 മണി വരെ അടുക്കളയിൽ തളച്ചിടപ്പെട്ട് കുടുംബത്തിലെ മെമ്പർമാർക്കെല്ലാമുള്ള ഖദ്ദാമയായി വർത്തിക്കുകയാണ്. ഖാദിമത്തായിട്ടൊരു ഉമ്മ വീട്ടിൽ നിലനിൽക്കേണ്ടവരാണോ? ഉമ്മമാരത് ചെയ്യും, നമുക്കൊക്കെ പരിചയമില്ല. നമ്മളൊക്കെ ഉമ്മമാരത് ചെയ്യും, ഒരിക്കലും മടിയൊന്നുമില്ല. പക്ഷേ സാലറി ഇല്ലാത്ത ജോലിയാണത്, പഞ്ചിങ് ഇല്ലാത്ത ജോലിയാണത്. അതിന് ഡ്യൂട്ടി ടൈമില്ല, അതിന് സാലറി ഇല്ല. പക്ഷേ എത്ര മക്കളത് കണ്ടറിയുന്നുണ്ട്. അവർക്ക് അവരുടെ സമയത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ അവരുടെ മുഖം മാറും, അവരുടെ സ്വരം മാറും, അവരുടെ പെരുമാറ്റം മാറും, അവരൊച്ചവെക്കും, അവർ നന്ദികേടിന്റെ വാക്ക് പറയും. ഉമ്മ നിന്റെ ഖാദിമത്തല്ല, ഉമ്മ നിന്റെ ആദരവിന് അർഹയായ പൊന്നുമ്മയാണ്, പൊന്നു ഉപ്പയാണ്. അവരിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ ഞാൻ അവരെ സഹായിക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഞാൻ അവരോട് ചെയ്യുന്ന അപരാധമാണത്. അതേ അവസരത്തിൽ എനിക്കാരുമില്ലല്ലോ സഹായത്തിന് എന്ന് പരിഭവപ്പെടുകയും നമ്മളോട് സഹായം തേടുക ചെയ്തിട്ട് പോലും നമ്മളൊന്ന് അനങ്ങുന്നില്ലെങ്കിൽ അത് വൻ പാപമാണ്. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ്. ഇത് മക്കൾക്ക് കൊടുക്കേണ്ട മെസ്സേജാണ്. അന്ത്യനാളിന്റെ അടയാളം പറഞ്ഞ് പണ്ഡിതന്മാര് പറയുന്നുണ്ട്, ഉമ്മാര് മക്കൾക്ക് ഹിദ്മത്തെടുക്കേണ്ടി വരുന്നൊരവസ്ഥ. വാസ്തവത്തിൽ പ്രായമായാൽ ഉമ്മക്കും ബാപ്പക്കും മക്കളല്ലേ ഹിദ്മത്ത് അങ്ങോട്ട് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, മനസ്സിലാക്കണം. അതേ അവസരത്തിൽ ഉമ്മയുടെ കൂടെ പലപ്പോഴും ഉമ്മയോ ഉപ്പയോ ഏത് പ്രവർത്തനങ്ങൾ ചെയ്യുകയാണെങ്കിലും അതിന്റെ കൂടെ ഒന്ന് പോയി നിന്നു കൊടുക്കുന്നത് പോലും അവർക്ക് എന്തൊരു സന്തോഷമാണ്, അല്ലേ? നേരെ മറിച്ച് നമ്മളവരെ മൈൻഡ് ചെയ്യാതെ നമുക്കൊക്കെ ചെയ്തു തരേണ്ടവളെന്നെ നിന്റെ വാപ്പിയമ്മീന്ന് ഏതെങ്കിലും ആൺകുട്ടിയും പെൺകുട്ടിയും വിചാരിക്കുന്നുണ്ടെങ്കിലോ തെറ്റല്ലേ അത്? ഇന്നത്തെ കാലഘട്ടം അങ്ങനെ പോവുകയാണ്. ആലോചിക്കണം.